നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കുട്ടികളിലെ പരീക്ഷാ പേടി എങ്ങനെ അകറ്റാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൈക്യാട്രി വിഭാഗം എച്ച്ഒഡിയും പ്രൊഫസറുമായ ഡോക്ടർ ജോയ്സ് ജിയോയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ ഡോക്ടർ, ആദ്യം തന്നെ നമ്മുടെ വിഷയത്തോടനുബന്ധിച്ച് പല കുട്ടികളെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണല്ലോ പരീക്ഷാ ഭീതി. ഇതെന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? പരീക്ഷ എടുക്കുമ്പോൾ ഇത്തരം ഭയം കുട്ടികളിൽ വരാനുള്ള കാരണം എന്തായിരിക്കും? നമ്മള് സ്കൂൾ കുട്ടികളിലും അതുപോലെ കോളേജ് വരെയുള്ള കുട്ടികളിൽ സാധാരണ കാണുന്ന ഒരു പ്രതിഭാസമാണ്. കൊച്ചു ക്ലാസ്സുകൾ തൊട്ട് വലിയ ക്ലാസ്സുകൾ, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ പ്രായപൂർത്തിയായവരിൽ വരെ കാണുന്ന ഒരു സാധാരണ സംഭവമാണ് ഈ പരീക്ഷ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടി. അപ്പൊ ഇതിന് പല കാരണങ്ങളുണ്ട്. സാധാരണമായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ, ഇതിപ്പോ പുറമേയുള്ള സാഹചര്യങ്ങളും ആവാം, നമ്മുടെ ഒരു തലച്ചോറിന്റെ ഘടന അല്ലെങ്കിൽ കുട്ടിയുടെ വ്യക്തിയുടെ ഉള്ളിൽ നിന്നുള്ള ഒരു മനസ്സിന്റെ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടും ഉണ്ടാവാം. പുറമേയുള്ള ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ, നമ്മുടെ സ്കൂളിൽ കുഞ്ഞിനെ വിടുമ്പോൾ തന്നെ പരീക്ഷ എന്ന് മാതാപിതാക്കളും അതുപോലെ ടീച്ചേഴ്സും അതുപോലെ മറ്റു സുഹൃത്തുക്കളും എല്ലാം പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണ്, സ്കൂളിൽ പോകുന്നത് തന്നെ പരീക്ഷ എഴുതാനാണ് എന്നുള്ള സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് കുട്ടികളിൽ ഒരു ഭീതി അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ, ഇതെന്തോ ഒരു വലിയ സംഭവമാണ് എന്നൊരു തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഒരു വ്യക്തിയുടെയും മനസ്സ് അല്ലെങ്കിൽ തലച്ചോറ്, ബ്രെയിനിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അതിന് പല കാരണങ്ങളുണ്ട്. അപ്പം നമുക്ക് ജനിതകപരമായിട്ട് ഒരാൾക്ക് ഹെറിഡിറ്ററി അല്ലെങ്കിൽ ജനിതകപരമായിട്ട് പാരമ്പര്യമായിട്ട് ഉത്കണ്ഠയുള്ള പാരമ്പര്യം കിട്ടിയവരുണ്ടാവാം. അതായത് മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ അവർക്ക് തലച്ചോറിൽ അവരുടെ മുൻ തലമുറയിലുള്ളവർക്കും ഉത്കണ്ഠ എന്ന രോഗമോ അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാകാനുള്ള രാസവസ്തുക്കൾ തലച്ചോറിൽ കൂടുതലായിട്ടും അതിന്റെ വ്യതിയാനങ്ങൾ കൊണ്ടും ഉത്കണ്ഠ, ചെറിയ കാര്യങ്ങളിൽ പോലും ഉത്കണ്ഠ ഉണ്ടാകുന്ന പ്രകൃതക്കാർക്ക് ഈ പരീക്ഷ പേടി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കൊച്ചുനാളിലെ തിക്ത അനുഭവങ്ങൾ, മാതാപിതാക്കളിൽ നിന്നുള്ള സെപ്പറേഷൻ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അബ്യൂസ്, ട്രോമ, അങ്ങനെയുള്ള പീഡനങ്ങൾ, അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റൽ ബ്രെയിനിനെ ബാധിച്ചേക്കാവുന്ന അല്ലെങ്കിൽ മനസ്സിനെ ബാധിച്ചേക്കാവുന്ന തിക്തകരമായ അനുഭവങ്ങളും അതുപോലെ തന്നെ ബ്രെയിനിന്റെ സ്ട്രക്ചറും ഘടനയും, അതുപോലെ ജന്മനാ ഉള്ള ചില മാതാപിതാക്കൾക്ക് ഗർഭപാത്രത്തിൽ നിന്ന് തന്നെയും ജനിച്ചതിന് ശേഷമുള്ള പല രോഗങ്ങളും ബ്രെയിനിനെ ഹാനികരമായിട്ട് ബാധിച്ചേക്കാവുന്ന അങ്ങനത്തെ അവസ്ഥകളെല്ലാം കൊണ്ട് ഈ ഉത്കണ്ഠ രോഗം കുട്ടികളിൽ സാധാരണ കണ്ടുവരാറുണ്ട്. ആ ഉത്കണ്ഠ രോഗമാണ് അതിനൊരു കാരണമായ പരീക്ഷ എന്നൊരു സംഭവത്തിലും സാധാരണ കുട്ടികളിൽ ഉണ്ടാകുന്നത് ആ ഉത്കണ്ഠ രോഗത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞോളൂ ഡോക്ടർ, പറഞ്ഞോളൂ. അപ്പം നമ്മള് ഈ പരീക്ഷാ ഭീതി എപ്പോഴും ദൂഷ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്, പക്ഷെ വളരെ നല്ലതുമാണ്. പരീക്ഷ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്, പരീക്ഷയുടെ ഒരു ഉത്കണ്ഠ, ഈ ഉത്കണ്ഠ എപ്പോഴും പലപ്പോഴും ദോഷകരമല്ല, അതുപോലെ തന്നെ അത് പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഗുണകരവുമാണ്. നമുക്കറിയാം, ഇപ്പം പരീക്ഷയ്ക്ക് ഒരു ടെൻഷനും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരിക്കലും ഒരു എക്സാം, ഒരു ലക്ഷ്യം ഇല്ലെങ്കിൽ നമ്മൾ വളരെ സ്ലോ ആയിട്ടായിരിക്കും പഠിക്കുക. നമ്മുടെ പഠിക്കാനുള്ള കപ്പാസിറ്റി തന്നെ വളരെ സ്ലോ ആയിരിക്കും. ഇപ്പൊ അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, പരീക്ഷയുടെ തലേ ആഴ്ച അല്ലെങ്കിൽ തലേ മാസം അല്ലെങ്കിൽ തലേ ദിവസം നമുക്ക് ഒരുപാട് നമ്മുടെ ലേൺ ചെയ്യാനുള്ള, പഠിക്കാനുള്ള തലച്ചോറിന്റെ ബ്രെയിനിന്റെ കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. അതായത് അത് ഉത്കണ്ഠയുടെ, അതായത് തലച്ചോറ് ഉത്പാദിപ്പിക്കുന്ന ലേണിങ്ങിന് ഉത്പാദിപ്പിക്കുന്ന, അത് പഠനത്തിന് വേണ്ടി ഉത്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ ഒരു കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വ്യതിയാനം കൊണ്ട് ലേണിംഗ് കപ്പാസിറ്റി, പഠിക്കാനുള്ള കഴിവ് കൂടും ആ 2-3 ദിവസം. അപ്പം ആ പരീക്ഷയുടെ ഉത്കണ്ഠ പ്രൊഡക്റ്റീവ് ആൻസൈറ്റി കുറച്ചൊക്കെ നല്ല ഗുണകരമാണ്. എന്നാൽ അമിത ഭീതി, ഒരു ലെവലിൽ കൂടുതൽ ഭീതി വന്നാൽ നമുക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും. അതുപോലെ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകും. പരീക്ഷയെ ഫേസ് ചെയ്യാനുള്ള ഒരു ഉത്കണ്ഠ മൂലം പരീക്ഷയിൽ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ പോലും റീപ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാൻ, എഴുതി വെക്കാൻ, പറയാൻ പറ്റാതെ പോകും. അപ്പം ഈ ഉത്കണ്ഠ എന്ന് പറയുന്നത് ഗുണകരവുമാണ്, അതുപോലെ തന്നെ ദൂഷ്യവും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു ജനുവരി മാസമാണ്, നമുക്ക് 10ാം ക്ലാസ്സിലും അതുപോലെ +2 എൻട്രൻസ് തുടങ്ങിയ പീരീഡിലൊക്കെ കുട്ടികൾ പരീക്ഷയ്ക്ക് ഏറ്റവും പരീക്ഷയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മാസം അല്ലെങ്കിൽ ഇനി ഒരു 2-3 മാസമുള്ള ഒരു അവസ്ഥയാണ് ജനുവരി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചത്.
അപ്പം ഞാനൊരു ഉദാഹരണം പറയാം. കുട്ടികൾക്ക് പരീക്ഷാഭീതി ഉണ്ടാകാൻ പുറമേ നിന്നുള്ള കാരണങ്ങൾ, നമുക്ക് ഉള്ളിലുള്ള ഇപ്പൊ ജനിതകപരമായ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ പുറമേ നിന്നുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് പലപ്പോഴും നമ്മൾ പേരന്റിങ്ങിൽ അല്ലെങ്കിൽ കുട്ടികളും പേരൻസും ടീച്ചേഴ്സും കുട്ടികളെ ഒരൊറ്റ ലക്ഷ്യം, ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഒരു IAS, ഇങ്ങനെ ഒരൊറ്റ എയിം വെച്ചിട്ടാണ് പല മത്സര പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നു. ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞാല് 10-18 വയസ്സായ കുട്ടിയാണ്. നമ്മുടെ എൻട്രൻസ്, എന്താ പറയാ, നീറ്റ് എൻട്രൻസ് അറിയാം, നമുക്ക് മെഡിസിനും എഞ്ചിനീയറിങ്ങിനും ഒക്കെ ഉള്ള എക്സാം, നീറ്റ് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് മെഡിസിന് പോവാൻ. അപ്പൊ ആ കുട്ടി ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ല, രണ്ടാമത്തെ പ്രാവശ്യം കുറച്ചുകൂടി ബെറ്ററായി, ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നു. അപ്പം ഞാൻ ആ മോളോട് ചോദിച്ചു, ഭയങ്കര ഉത്കണ്ഠയാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അമിത ഉത്കണ്ഠ, പരീക്ഷ സമീപിക്കുന്നു, ഇനി 4 മാസം ഉള്ളൂ എന്ന് പറയുമ്പോ തന്നെ അമിത ഉത്കണ്ഠ. അപ്പൊ ഞാൻ ആ മോളോട് ചോദിച്ചു, ഇപ്പം സപ്പോസ് ഈ ഒരു പരീക്ഷ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴത്തേക്കും ആ കുഞ്ഞിന് ഒരു ഉത്തരവും ഇല്ലാന്ന് തന്നെയല്ല, വല്ലാതെ ഒരു ഭാവവ്യത്യാസം തന്നെ, വല്ലാത്ത ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു ഭാവമാണ് വന്നത്. അതായത് കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ മനസ്സിലും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമുക്ക് വേറൊരു ആൻസർ ഇല്ല. എപ്പോഴും ജീവിതത്തില് രണ്ടാമതൊരു ലക്ഷ്യം വേണം, അല്ലെങ്കിൽ അതില്ലെങ്കിൽ എനിക്ക് വേറൊരു ചോയ്സ്, അല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ മൂന്നാമതൊരു ചോയ്സ്, അത് വേണം. അല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ സിംഗിൾ ലക്ഷ്യം വെച്ച ഒരു പരീക്ഷയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനമോ എടുക്കരുത് എന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങൾക്കൊരു ക്ലാസ് എടുക്കാൻ നമ്മൾ മാനസികാരോഗ്യ വിദഗ്ധരെ വിളിക്കാറുണ്ടല്ലോ. അപ്പം ഒരിക്കലും ഒരു സൺഡേ സ്കൂളിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. വിഷയത്തിൽ സംശയവുമായി ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് വൃന്ദയാണ്. വൃന്ദ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ വൃന്ദ, സംസാരിച്ചോളൂ. വൃന്ദയാണ്. അത് പഠിക്കാൻ വേണ്ടി ബുക്ക് എടുക്കുമ്പോൾ ഉറക്കമാണ്. വൃന്ദ എന്തിനാ പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ്? അങ്ങനെ ക്ലാസ്സിലല്ല, വലിയ കുട്ടിയാണ്, 40 വയസ്സായി. ഓക്കെ, ഓക്കെ. അപ്പം പഠിക്കാൻ ഭീതിയില്ല, ഉറക്കം വരുന്നു. ഉറക്കം, ബുക്ക് എടുക്കുമ്പോ ഉറക്കം വരുന്നു. അത് ഒന്നാമത് തന്നെ നമ്മള് ഒരു എന്താ പറയണ, പഠിക്കാനുള്ള ഒരു ആഗ്രഹം, ഒരു മോട്ടിവേഷന്റെ കുറവ് കൊണ്ട് ചിലപ്പോൾ നമുക്കൊരു അലസത വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉറക്കം വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പല ദിവസവും പഠിക്കുകയില്ല, ഉറങ്ങുകയില്ലാത്ത ഒരു അവസ്ഥയിൽ പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടാഞ്ഞിട്ടും ഉറക്കം വരാം. അപ്പൊ നമ്മളൊരു നിശ്ചിത സമയം പഠിക്കണമെന്ന് ഊഹിച്ചാല് ആ സമയത്ത് നമ്മള് അത്രയും ഒരു ഉത്സാഹത്തോടെ, മോട്ടിവേഷനോടെ, കോൺസെൻട്രേഷനോട് കൂടി പഠിച്ചാൽ തീർച്ചയായിട്ടും ഉറക്കത്തെ അകറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഉറക്കം വരുന്ന സമയങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ടഫായിട്ടുള്ള പാഠഭാഗങ്ങൾ പഠിക്കാതെ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളിലോട്ട് മാറ്റാം. അപ്പോൾ പലപ്പോഴും നമുക്ക് ഉറക്കം കുറയ്ക്കാൻ പറ്റും. പിന്നെ ഉറക്കം കുറയ്ക്കാൻ പേഴ്സണൽ ആയിട്ട് ഓരോ വ്യക്തികളും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലർ എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്ക് കഴിക്കുക, അല്ലെങ്കിൽ എഴുന്നേറ്റ് ഒന്ന് നടന്നിട്ട് വരിക, അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചിട്ട് വരിക, അല്ലെങ്കിൽ അല്പനേരം പാട്ട് കേൾക്കുക. ഇങ്ങനെ വ്യക്തിപരമായ ഇഷ്ടമായ കാര്യങ്ങളിൽ ഒന്ന് ആ ഒരു ബ്രെയിനിന്റെ കോൺസെൻട്രേഷൻ ഒന്ന് മാറ്റാൻ വേണ്ടി നമുക്കൊരു ഡിസ്ട്രാക്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു എന്താ പറയണേ, ഒരു ഹെൽത്തി നാപ്പ്, അല്ലെ, ഒരു ചെറിയ ഒരു പവർ നാപ്പ് എന്നൊക്കെ പിള്ളേർ പറയും. ഒരു 10 മിനിറ്റ് സമയം വെച്ച് 10 മിനിറ്റ് എഴുന്നേക്കണം. ഒന്ന് മയങ്ങിയിട്ട് എഴുന്നേറ്റാലും നമുക്ക് പലപ്പോഴും ഉറക്കത്തെ അകറ്റി നിർത്താൻ പറ്റും. പലപ്പോഴും ഉറക്കം വരുന്നതിന്റെ ഒരു പ്രധാന കാരണം നമുക്ക് ആ ഒരു മോട്ടിവേഷൻ കുറവ്, അല്ലെങ്കിൽ പഠിക്കാനൊരു താല്പര്യക്കുറവായിരിക്കും. ഇത് മെയിനായിട്ട് എനിക്ക് മറവിയാണ്. ഇപ്പം പഠിച്ച് നല്ല ഇതായിട്ട് ഓർമ്മയിരിക്കും, പക്ഷെ പരീക്ഷ ചെല്ലുമ്പോൾ എല്ലാം മറന്നു പോകും. ഓർമ്മയിൽ നിൽക്കാൻ ഓരോരുത്തർക്കും പല കഴിവാണ്. ചിലർക്ക് 5 പ്രാവശ്യം, ചിലർക്ക് 10 പ്രാവശ്യം, ചിലർക്ക് എന്നാൽ 1 പ്രാവശ്യം വായിച്ചാലും മതി. അത് ഓരോരുത്തരുടെയും ബുദ്ധിയും കഴിവും അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ കഴിവ് എത്രയാന്ന് മനസ്സിലാക്കി നമ്മൾ അത്ര എഫേർട്ട് കൊടുക്കാത്തത് കൊണ്ടാവാം മറന്നു പോകുന്നത്. താങ്ക് യു വൃന്ദ. വ്യക്തമാണ് ഡോക്ടർ. വൃന്ദയ്ക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ പ്രേക്ഷക ചോദിച്ച ചോദ്യത്തിനോട് ചേർത്ത് തന്നെ പരീക്ഷ അടുക്കുമ്പോൾ പ്രിപ്പയർഡായി പോകുന്ന സമയങ്ങളിൽ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി കൂടുതൽ വരുന്ന സാഹചര്യം പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? പലപ്പോഴും നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ, മനസ്സിൽ ഒരു രൂപമുണ്ട്. പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ പ്രതിസന്ധിയുള്ള ഒരു ഘട്ടം, ജീവിതത്തിലെ ഒരു ഇവന്റ്, ഒരു സംഭവം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന, സാധാരണ മനുഷ്യർ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ
നമ്മുടെ കപ്പാസിറ്റി നമുക്കത് പ്രദർശിപ്പിക്കാനും പ്രകടിപ്പിക്കാനും ഓവർകം ചെയ്യാനുമുള്ള നമ്മുടെ കപ്പാസിറ്റിയെ നമ്മളങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളങ്ങ് താഴ്ത്തി പിടിക്കും. എനിക്ക് പറ്റത്തില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് എഴുതാൻ, നമ്മുടെ ഉള്ള കഴിവിനെ നമ്മൾ താഴ്ത്തി പിടിക്കുകയും അതുമൂലമുള്ള കോൺസിക്വൻസസ്, അല്ലെങ്കിൽ അത് പരീക്ഷ തോറ്റുപോയാലുള്ള ദൂഷ്യഫലങ്ങൾ, അതായത് ഞാൻ ഈ പരീക്ഷ തോറ്റ എനിക്ക് കിട്ടത്തില്ല, 6 മാസം പോകും, എന്റെ ഫീസ് പോകും, പേരൻസ് വഴക്ക് പറയും. അപ്പം അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളെ നമ്മൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ആ സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ആ പ്രതിസന്ധി ഓവർകം ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ നമ്മുടെ ഒരു ചിന്താഗതി ഒന്ന് മാറ്റിപ്പിടിച്ചാൽ തന്നെ പലപ്പോഴും പരീക്ഷ വന്നാ വരട്ടെ, ജീവിതാവസാനമൊന്നുമല്ലല്ലോ, പാസ്സായാൽ ഞാൻ പാസ്സാകും, അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടിയാൽ കിട്ടും, കിട്ടിയില്ലെങ്കിലും എനിക്ക് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു പരീക്ഷയോടുള്ള ഒരു വീക്ഷണത്തെ ഒന്ന് മാറ്റിപ്പിടിച്ചാൽ തന്നെ പലപ്പോഴും ഈ ഉത്കണ്ഠ ഒഴിവാക്കാം. അതുപോലെ തന്നെ അമിത ഉത്കണ്ഠ, ചിലർക്ക് ഇപ്പോൾ ഒരു വൈവ അല്ലെങ്കിൽ ഒരു എക്സാം എഴുതാൻ കയറാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഭയങ്കരമായ നെഞ്ചിടിപ്പ്, ഒരു പാനിക് സിംറ്റം എന്നൊക്കെ പറയും, ശ്വാസം മുട്ടുക, വിയർക്കുക, ഹാർട്ട് ബീറ്റ്, നെഞ്ചിടിക്കുന്നത് അറിയാൻ പറ്റുക, സ്വെറ്റ്, ഇങ്ങനത്തെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഒരു പാനിക് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന പോലെ വരാം. അപ്പോൾ നമുക്ക് അവിടെ മിണ്ടാൻ പോലും പറ്റാത്തൊരവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥകളിലൊക്കെ നമുക്ക് ചെറിയ റിലാക്സേഷൻ ടെക്നിക്കുകളുണ്ട്. നമ്മൾ ആരും അറിയാതെ പ്രയോഗിക്കാവുന്ന ചില ഡീപ് ബ്രീത്തിങ്, നമ്മുടെ ബ്രെയിനിനെ അതിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യാൻ, തിരിച്ചു വിടാനുള്ള ചില മാർഗങ്ങൾ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് മാനസികാരോഗ്യ വിഭാഗത്തിലോ മാനസികാരോഗ്യ വിദഗ്ധനെയോ സന്ദർശിച്ചാൽ അവർ നിങ്ങളെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ചെയ്യും. ഡീപ് ബ്രീത്തിങ് ഇപ്പം നമുക്കിങ്ങനെ ഓൺലൈനായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറച്ച് ചെറിയ ടെക്നിക്കുകളുണ്ട് നമ്മുടെ ബ്രെയിനിനെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള, നമ്മുടെ റിലാക്സേഷൻ, നമ്മുടെ ആ ഒരു ഉത്കണ്ഠയിൽ നിന്ന് അല്പനേരത്തേക്ക് മാറ്റിവിടാനുള്ള, പാനിക് അറ്റാക്കിന്, അമിത ഉത്കണ്ഠയെ മാറ്റാനുള്ള ചില വിദ്യകൾ നമുക്ക് ലഭ്യമാണ്. അപ്പം അത് പ്രയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കഴിവ്, ഇത്രയും വർഷം പരീക്ഷ എഴുതി ഞാൻ ഇത്രയും മാർക്ക് വാങ്ങിച്ചു, അപ്പൊ ഇനിയും എനിക്ക് പറ്റും. അപ്പൊ നമ്മുടെ പാസ്റ്റിനെ, കഴിഞ്ഞ അനുഭവങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ ഉയർത്തിപ്പിടിക്കാനും അതുമൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ വഴക്ക് പറഞ്ഞാൽ ഞാൻ എന്റെ കാരണം പറയും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങള് അതുമൂലമുണ്ടാകുന്ന കോൺസിക്വൻസസിനെ അങ്ങ് ഉയർത്തും. അങ്ങനെയാണ് പലപ്പോഴും പരീക്ഷ തോറ്റാല് ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിക്കുന്നതും ചെയ്യുന്നതുമായ കുട്ടികൾ ധാരാളമുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു നമ്മുടെ കാഴ്ചപ്പാട്, പരീക്ഷയോടുള്ള ഒരു കാഴ്ചപ്പാട് മാറ്റാൻ സ്കൂളുകൾ തൊട്ട് ടീച്ചേഴ്സ് തൊട്ട് മാതാപിതാക്കൾ വരെ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ, നമ്മളിപ്പോൾ ഉത്കണ്ഠകളെ പറ്റിയെല്ലാം സംസാരിച്ചു. അനാവശ്യമായ ഇത്തരം ആശങ്കകളും മാനസിക സമ്മർദ്ദവും എങ്ങനെ ഒഴിവാക്കാം? ഇതിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയായിരിക്കും? ആദ്യമായിട്ട് തന്നെ നമുക്ക് അനാവശ്യമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, പ്രത്യേകിച്ച് പരീക്ഷയെക്കുറിച്ചാണ് നമ്മളിപ്പം സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു പരീക്ഷാ സീസണായി, ജനുവരി മാസം അവസാനിക്കാറായി, ഫെബ്രുവരി മാർച്ച് പരീക്ഷാ സീസണാണ്. ആ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു വർഷം ആദ്യം തൊട്ട് എന്ത് ചെയ്യണമെന്ന് ചെറുതായിട്ടൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് അതിലോട്ട് വരാം. ഇപ്പം നമുക്ക് ഓരോ സ്കൂൾ ഇയർ അല്ലെങ്കിൽ കോളേജ് ഇയർ അല്ലെങ്കിൽ ഓരോ എൻട്രൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ മത്സര പരീക്ഷകളുടെ തുടക്കം, പരിശീലന തുടക്കം ഒരു വർഷം എന്നിരിക്കട്ടെ, ഒരു വർഷത്തിന്റെ തുടക്കം മുതൽ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ, കുട്ടികൾ കഴിവില്ലാഞ്ഞിട്ടല്ല, കഴിവുള്ളതും ബുദ്ധിയുള്ളതുമായ കുട്ടികൾ ചെയ്യുന്നത് പഠിക്കുകയുമല്ല, എന്നാൽ എൻജോയ് ചെയ്യല്ല. ഇത് രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു അവസ്ഥയിലൂടെയാണ് മിക്ക കുട്ടികളും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കടന്നു പോകുന്നത്. ഒന്നെങ്കിൽ മൊബൈൽ എടുത്തു വെച്ചിട്ട് പഠിക്കണമല്ലോ എന്നോർത്ത് മൊബൈൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മര്യാദയ്ക്ക് കാണുകയോ എൻജോയ് ചെയ്യുകയോ ഇല്ല, എന്നാൽ പഠിക്കത്തേ ഇല്ല. അല്ലെങ്കിൽ ബുക്ക് ടെക്സ്റ്റ് എടുത്തു വെക്കും, എന്നാൽ ടെക്സ്റ്റ് വായിക്കത്തുമില്ല. അല്ലെങ്കിൽ ഒരു ടി വി കാണാനിരിക്കും, ടി വി കാണാൻ, ഇങ്ങനെ രണ്ടും എൻജോയ് ചെയ്യുന്നുമില്ല, പഠിക്കുന്നുമില്ലാത്ത ഒരു രണ്ടിനും ഇടയിലുള്ള ഒരു ഒരു സംഘർഷപരമായ അവസ്ഥയിൽ മണിക്കൂറുകൾ തള്ളി നീക്കുന്ന കുട്ടികളാണ്, പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികൾ. കൊച്ചു കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ മുതിർന്ന കുട്ടികൾ അപ്പൊ ചെയ്യേണ്ടത്, നമുക്കെല്ലാം നല്ലതാണ്, ഇന്റർനെറ്റ് നല്ലതാണ്, മൊബൈലിന് എല്ലാത്തിനും നന്മകളുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരു ചിട്ട, ഞാൻ പറയുന്നത് ഒരുപാട് മണിക്കൂറൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ വലിയ പ്ലാൻ ചെയ്യും. കുട്ടികൾ ആദ്യം തന്നെ ഒരു ചെറിയ ടൈം ടേബിൾ, ഒരു പ്രാക്ടിക്കൽ, നമുക്ക് നടക്കാം, നമ്മുടെ കഴിവിനും നമ്മുടെ സാഹചര്യത്തിനും പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ പഠന ടൈം ടേബിൾ പരീക്ഷ എടുക്കുമ്പോഴല്ല, അതിന് മുമ്പ് തന്നെ ആദ്യം തൊട്ട് അത് ക്ലാസ് അനുസരിച്ച് 2-3 മണിക്കൂറൊക്കെ പഠിക്കേണ്ട ടൈം ടേബിൾ മതി. പക്ഷെ പഠിക്കുന്ന സമയത്ത് ഒരു ഏകാഗ്രതയും, അത് കഴിഞ്ഞ് നിങ്ങൾ അത്രയും സമയം തന്നെ എൻജോയ് ചെയ്തു. പക്ഷെ എൻജോയ് ചെയ്യുമ്പോൾ ഫുള്ളി എൻജോയ് ചെയ്യുക. പഠിക്കുന്ന സമയത്ത് ഫുൾ കോൺസെൻട്രേഷനോടെ പഠിക്കുക. പഠിക്കേണ്ട പാഠഭാഗങ്ങൾ പഠിത്തം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്രയൊക്കെ തീർക്കണം
എത്ര ചുമ്മാ എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു വിഷയം എടുത്ത് അല്ലെങ്കിൽ ഒരു സബ്ജക്ട് എടുത്ത് വെറുതെ തുറന്നു വെച്ചങ്ങ് ഇരിക്കും. അപ്പൊ എവിടെ വരെ പഠിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? അറിയില്ല, ഒത്തിരിയും പഠിക്കാനുണ്ട്, അപ്പൊ വെറുതെ തുറന്നിട്ടങ്ങ് ഇരിക്കുക. അപ്പൊ അതല്ല, നമ്മൾ എവിടെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഒരു ചിട്ട. ഞാൻ ഇന്ന് ഇത്രയും പഠിക്കും, എനിക്ക് പറ്റുന്ന ഇത്രയാണ്, അത്രയും പഠിക്കും എന്നുള്ള ഒരു കപ്പാസിറ്റി, ഒരു ചിട്ട വെച്ചിട്ട് ദിവസവും ഒത്തിരി നേരം പഠിക്കേണ്ട, എൻജോയ് ചെയ്യാം, ഫിസിക്കൽ വൈകുന്നേരം കളിക്കാം, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ ഫുൾ മനസ്സോടെ ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് ആ പഠിക്കുന്ന സമയത്ത് ഫുൾ കോൺസെൻട്രേഷൻ കിട്ടും. പിന്നെ പലപ്പോഴും കാണുന്നത് നമ്മൾ ഈ മെമ്മറി, അപ്പം നമ്മൾ കുട്ടികൾ താരതമ്യ പഠനം നടത്തും. അയ്യോ, എന്റെ അടുത്തിരിക്കുന്ന മോന് ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവും, എനിക്കാണെങ്കിൽ 5 പ്രാവശ്യം വായിക്കണം. അത് ഓരോരുത്തരുടെയും ബുദ്ധി, ഇന്റലിജൻസ് അനുസരിച്ചിരിക്കും. ചില കുട്ടികൾക്ക് 2 പ്രാവശ്യം. നമ്മുടെ ബ്രെയിനിൽ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ പെർമനന്റ് ആയിട്ട് ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ്. നമ്മുടെ നാഡീകോശങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് അതിനൊരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ഏരിയ, നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ആ ടോപ്പിക്കിന് ഒരു ചെറിയൊരു ഏരിയ ബ്രെയിനിൽ സൃഷ്ടിക്കപ്പെടണം. എന്നാലാണ് അത് പെർമനന്റ് ആയിട്ട് ലോങ് ടേം പൊട്ടൻഷിയേഷൻ, നീണ്ടു നിൽക്കുന്ന ഒരു മെമ്മറി രജിസ്റ്റർ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, അതൊരിക്കലും പോകത്തില്ല. അപ്പൊ ആ ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം, ബ്രെയിനിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അത്ര എഫേർട്ട് എടുക്കണം. ചിലർക്ക് 2 പ്രാവശ്യം, ചിലർക്ക് 5 പ്രാവശ്യം. അപ്പൊ അതുപോലെ തന്നെ ഈ മെമ്മറി സ്റ്റോർ ചെയ്യുന്നതിന് ഉറക്കം അനിവാര്യമാണ്. പഠിച്ചതിന് ശേഷം നല്ലൊരു ഉറക്കം വരുമ്പോൾ ഉറക്കത്തിൽ കൂടി മെമ്മറി റിട്രൈവൽ നടക്കാൻ സ്ലീപ്പ് അനിവാര്യമാണ്. സ്ലീപ്പിന് ശേഷം വിതിൻ ഒരു 24 ഡോക്ടർ, മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സീനയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ സീന, ചോദിച്ചോളൂ. ഹലോ പറഞ്ഞോളൂ. മാം, എനിക്ക് +2 പഠിക്കുന്ന ഒരു മകന്റെ കാര്യം അറിയാനാണ്. അപ്പോൾ പിന്നെ പരീക്ഷ കഴിഞ്ഞ് പേപ്പർ സൈൻ ചെയ്യാനൊക്കെ ചെല്ലുമ്പോൾ ടീച്ചർ പറയുന്നത് നല്ല മറതിയുണ്ടെന്നാ പറയുന്നത്. ഇതിനെന്തെങ്കിലും ഒരു ടിപ്സ് പറയാൻ പറ്റുമോ ടീച്ചർ മാഡം? മറവി എന്ന് പറയുന്നത്, മറവി ഒരു രോഗം, അതൊരു 60-70 വയസ്സിൽ കഴിഞ്ഞ് വരുന്നവർക്ക് വരുന്ന മറവി രോഗമാണ്. അല്ലാത്തവർക്ക് ആർക്കും മറവി രോഗം ഉണ്ടാവില്ല. കുഞ്ഞുങ്ങൾക്കൊന്നും മറവി രോഗമല്ല. പക്ഷെ കുഞ്ഞുങ്ങൾ മറവി എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന പോലെ ബ്രെയിനിൽ നമ്മുടെ ഓർമ്മ നിലനിർത്തുന്ന ഒരു ചേഞ്ച് ബ്രെയിനിൽ വരുത്തണമെങ്കിൽ, അതാണ് നീണ്ടു നിൽക്കുന്ന ഓർമ്മ. ആ ഓർമ്മ സൃഷ്ടിക്കണമെങ്കിൽ ചില കുട്ടികൾക്ക് 5 പ്രാവശ്യം റിവൈസ് ചെയ്യണം, 5 പ്രാവശ്യം പഠിക്കണം, ചിലർക്ക് 10 പ്രാവശ്യം. ഓരോരുത്തരുടെ ബുദ്ധിക്കും കഴിവിനും അനുസരിച്ച് അനേക പ്രാവശ്യം പഠിക്കേണ്ടി വരും. എന്നാലേ ബ്രെയിനിൽ ആ ഒരു ചേഞ്ച് വന്നിന്ന് നമ്മുടെ ഒരു പഠിക്കുന്ന ഭാഗം ഓർമ്മയിൽ സ്ഥിരമായി ഫിക്സ് ആവത്തുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു എഫേർട്ട് കൊടുക്കാതെ 1-2 പ്രാവശ്യം വായിച്ചിട്ട് സ്കൂളിൽ ചെന്നിട്ട് പറയാൻ ശ്രമിക്കുമ്പോഴാണ് അയ്യോ ഞാൻ പഠിച്ചപ്പോൾ അറിയായിരുന്നു മറവി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ നമുക്ക് എഫേർട്ട് കൊടുത്ത് ഓർത്ത് നിൽക്കാവുന്ന ഒരു വരെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും, ഞാൻ പറഞ്ഞ പോലെ ഒരു 24 അവേഴ്സിനുള്ളിൽ നമ്മൾ ഒന്നോടും അത് ഒരു ഉറക്കത്തിന് ശേഷം ഒന്നോടും ഓടിച്ചൊന്ന് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അത് പഠിക്കുന്ന ഭാഗം അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൽക്കും, ഓർമ്മ നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. മറവി എന്ന് കുഞ്ഞുങ്ങളൊരു കാരണം പറയുന്നതാണ്. പലപ്പോഴും പഠിക്കാൻ എഫേർട്ട് എടുക്കാതെ അവർക്ക് വേണ്ട ഒരു എഫേർട്ട്, നീണ്ടു നിൽക്കുന്ന ഓർമ്മയിലേക്കുള്ള ഒരു മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള എഫേർട്ട് കൊടുക്കാതെ അതിന്റെ പകുതിയോ 4/1 എഫേർട്ട് കൊടുത്തിട്ട് പോയി റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പറ്റത്തില്ല. അപ്പൊ ഉടനെ മറവി എന്ന് പറയും. അപ്പൊ അതൊരു മറവി, ശരിക്കുള്ള ഒരു മറവി അല്ല എന്നാണ് നോർമൽ ബുദ്ധിയുള്ള കുട്ടികളെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നിരുന്നത്, നീണ്ടു നിൽക്കുന്ന ഓർമ്മ രജിസ്റ്റർ ചെയ്യാൻ അത്രയും ഒരു എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പല കുഞ്ഞുങ്ങളും കാണുന്നത് പരീക്ഷ അടുക്കുമ്പോൾ, പരീക്ഷയുടെ തലയാഴ്ചയിൽ ആദ്യം തൊട്ടുള്ള പോർഷൻസ് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പഠിക്കും. അതൊരിക്കലും ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. റീസെന്റ് മെമ്മറി എന്ന് പറയും, അതായത് അടുത്ത നാളുകളിൽ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് അത്. ബ്രെയിനിന്റെ ഓർമ്മ ഉളവാക്കുന്ന, ഓർമ്മ രജിസ്റ്റർ ചെയ്യുന്ന കോശങ്ങളിൽ അത് നീണ്ടു നിൽക്കത്തില്ല. അത് ചെറിയ തൽക്കാലത്തേക്കുള്ള മെമ്മറിയാണ്. അതൊരിക്കലും ആ പരീക്ഷയ്ക്ക് എന്തെങ്കിലും എഴുതി വെക്കുമായിരിക്കും, പക്ഷെ ഒരു 2 മാസത്തിന് ശേഷം അവർക്ക് ഒരിക്കലും ചെറിയ ചെറിയ കാര്യങ്ങളല്ലാതെ ശരിക്കും ഓർത്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ എല്ലാം കൂടെ കൂട്ടി വെക്കാതെ കുറച്ച് കുറച്ചായിട്ട് പഠിക്കണം. ഇനിയിപ്പം ഡോക്ടർ ജനുവരിയിൽ വന്നിട്ട് എല്ലാം കൂടെ ആദ്യം തൊട്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കില്ല. അപ്പൊ ഇനിയിപ്പം മുമ്പോട്ട് നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ചിലൊക്കെ പലർക്കും പരീക്ഷയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും, കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് എന്നോട് പറഞ്ഞു, അയ്യോ ഡോക്ടറെ, ഞാൻ ടൈം ടേബിൾ എഴുതി വെക്കും, എന്നിട്ട് എനിക്ക് 70% ഞാൻ കീപ്പ് ചെയ്യും, പക്ഷെ 30% കീപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ അന്ന് മൊത്തം വിഷമിച്ചിരിക്കും. അതിന്റെ ആവശ്യമില്ല. ഇനിയിപ്പോ ഒരിക്കലും നമ്മളൊരു തീരുമാനം എടുത്താൽ അതിന്റെ 50% പകുതിയെങ്കിലും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ നമ്മളൊരു വിജയി, അല്ലെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആണ്. അപ്പൊ ഇനിയിപ്പം നമുക്ക് കുറഞ്ഞ സമയമേ ഉള്ളൂ. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. മാനുഷികമാണ്, എല്ലാവർക്കും അബദ്ധങ്ങളും കുറവുകളും പറ്റാം. അപ്പൊ ഇനി എന്തോ മുമ്പോട്ട് ചെയ്യാം
ഇനിയുള്ള 2 മാസം എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നതായിരിക്കണം കുഞ്ഞുങ്ങളുടെ ഒരു ലക്ഷ്യം. ആദ്യം തന്നെ നമ്മുടെ ചിന്താഗതി, എനിക്ക് പറ്റും, എനിക്ക് ഞാൻ വിചാരിക്കുന്നത്ര മാർക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ അഥവാ പരീക്ഷയെ കുറിച്ച് പേടി വേണ്ട, പരീക്ഷ എന്നെ കൊണ്ട് കഴിയുന്നത്ര ശ്രമിക്കുക, പരീക്ഷ എഴുതുക, അതിന്റെ എന്താ പറയണേ റിസൾട്ട് എന്തുമാവട്ടെ, റിസൾട്ട് വരുന്നതോടെ ഞാൻ അഭിമുഖീകരിക്കും എന്നൊരു കാഴ്ചപ്പാട് കുഞ്ഞുങ്ങളിൽ ഉളവാക്കാൻ മാതാപിതാക്കളും ടീച്ചേഴ്സും. പലപ്പോഴും സ്കൂളിൽ നിന്നൊക്കെ ഭയങ്കര പ്രഷറാണ് റിസൾട്ടിന് വേണ്ടി, ഇത്ര മാർക്ക്, ഇത്ര ഗ്രേഡ്, അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ്. ആ ഒരു ചിന്താഗതിയൊക്കെ മാറ്റേണ്ട കാലമായി. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കുട്ടിക്കും ഓരോന്നായിരിക്കും. ചിലർക്ക് ഒരു എന്താ പറയണ ഒരു സ്കിൽ, കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവായിരിക്കും. പല പരീക്ഷയ്ക്കും അവരുടെ സ്കിൽ. വീണ്ടും ഇടപെടുകയാണ്. മറ്റൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. കൂറ്റനാട് നിന്ന് മഞ്ജുഷയാണ്. മഞ്ജുഷ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ, മോൻ 2ലാണ് പഠിക്കുന്നത്. അവനിട്ട് വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ്, പിന്നെ പഠനത്തിൽ നല്ല പിന്നോക്കാണ്. ഒക്കെ അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചേ ഉള്ളൂ. നമുക്ക് 2ാം ക്ലാസ്സിലല്ലേ പറഞ്ഞ? 2ാം ക്ലാസ്. അപ്പം 2ാം ക്ലാസ്സിലുള്ള കുട്ടികള് പലപ്പോഴും അവർക്ക് 2 നിന്ന് 3ലേക്ക് പ്രത്യേക കാലഘട്ടമാണ്, കൂടുതൽ പഠനം ആവശ്യമായി വരുന്ന കാലഘട്ടമാണ്. അപ്പൊ ചില കുട്ടികൾക്ക് പഠിക്കാനുള്ള, ചില എഴുതാനും വായിക്കാനുമുള്ള ഒരു ലേണിംഗ് ഡിസബിലിറ്റി എന്ന ഒരു ഡിസോർഡർ ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ, അതുകൊണ്ട് കുട്ടികൾക്ക് ചിലപ്പം എഴുതാനും വായിക്കാനും അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടായേക്കാം. അപ്പൊ അത് 2ാം ക്ലാസ് എഴുതാൻ നല്ല മടിയുള്ള കൂട്ടത്തിൽ ആണ്. അത് നമ്മള് ഒരു മാനസികാരോഗ്യ വിഭാഗത്തിന്റെ സഹായം ഈ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലുള്ള കുട്ടികള് അത് ഏത് തരത്തിലുള്ള പഠന വൈകല്യം, മടിയാണോ അല്ലയോ അവർക്ക് ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യങ്ങളാണോ, ഇപ്പൊ ഉറക്കക്കുറവും വിശപ്പുറവും എന്നൊക്കെ പറയുമ്പോൾ അതോ ചെറിയൊരു വിഷാദം പോലത്തെ അവസ്ഥ, അത് നമ്മൾ തീർച്ചയായിട്ടും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് എന്താ ചെയ്യേണ്ടതെന്നൊരു നല്ലതായിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഷോർട്ട് 2 മാസമുണ്ട്. 2 മാസം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇനി എന്തെനിക്ക് ചെയ്യാൻ പറ്റും, ഇത്രേ സമയമേ ഉള്ളൂ. അപ്പൊ അതിന് ചിട്ടയായ ഒരു 2 മാസത്തേക്ക് ഒരു പദ്ധതി തയ്യാറാക്കുക. അതിന്റെ പകുതിയെങ്കിലും ഓരോ ദിവസവും തീർക്കാൻ നോക്കുക. സന്തോഷമായിട്ട് റിലാക്സ് ചെയ്യാൻ. എപ്പോഴും പരീക്ഷ എന്ന് പറഞ്ഞാൽ 24 അവർ അല്ലെങ്കിൽ 24 അവർ പോയിട്ട് ഒരു 5-6 മണിക്കൂർ പഠിക്കുന്ന, വേറെ ഒരു സന്തോഷങ്ങളും ഇല്ലാത്ത എന്തോ ഒരു വല്ലാത്ത ഒരു അവസ്ഥ പോലെയാണ് പലപ്പോഴും സ്റ്റഡി ലീവ് ഒക്കെ കുട്ടികൾ നിൽക്കുന്നത്. സ്റ്റഡി ലീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ചീത്തക്കാര്യം പോലെയാണ് കുഞ്ഞുങ്ങൾക്ക്. അതൊക്കെ മാറ്റണം, ആ ധാരണകളൊക്കെ മാറ്റണം. പഠിത്തത്തോടൊപ്പം തന്നെ നമുക്ക് പാട്ട് കേൾക്കാൻ, ഇപ്പൊ കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിറ്റി ഉണ്ടല്ലേ യൂട്യൂബിലും, അതുപോലെ ഓൺലൈൻ വഴിയും ഒക്കെ അവർക്ക് ഡാൻസ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ള ഹോബീസ് ചെയ്യാനും അതിനൊക്കെ നമുക്ക് ഈ സ്റ്റഡി ലീവിലെ ഒരു കുറച്ച് ടൈം. പക്ഷെ അതൊക്കെ കൃത്യമായിരിക്കണമെന്നേ ഉള്ളൂ. പേരൻസിന്റെ ഒക്കെ അനുവാദത്തോടു കൂടി വളരെ കൃത്യമായിട്ട് എല്ലാത്തിനും. അതുപോലെ പേരൻസ് കുടുംബത്തിൽ ഒരുമിച്ച് സഹകരിക്കാനും പുറത്തിറങ്ങി കളിക്കാനും ഇതെല്ലാം കൂടി സ്റ്റഡി ലീവിൽ ഉൾക്കൊള്ളിക്കണം. അല്ലാതെ മുഴുവൻ സമയം പഠിക്കുക, പഠനത്തോട് മടി വരും, നമുക്ക് മനസ്സിൽ അമിത ഉത്കണ്ഠ വരും. കണ്ടിന്യൂസ്ലി നമ്മൾ ബ്രെയിനെ വർക്ക് വെച്ചുകൊണ്ടിരുന്ന സ്വാഭാവികമായിട്ടും അമിതമായിട്ടുള്ള ഒരു ഉത്കണ്ഠ വരും. അപ്പൊ ഇന്റർവെല്ലും നല്ലൊരു കാലഘട്ടമാണ് ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു പാഠ്യ വർഷത്തിലെ വളരെ നല്ല എൻജോയ് ചെയ്യുന്ന ഒരു കാലഘട്ടമായി നമുക്ക് ഈ സ്റ്റഡി ലീവിനെ മാറ്റണം. അത് ചിട്ടയായ പഠനം. പിന്നെ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഒരൊറ്റ ഫോക്കസ് അല്ല, ഒരിക്കലും അല്ല. മാർക്ക് എന്തായാൽ ഇത്ര മാർക്ക് കിട്ടിയാൽ ഞാൻ അതെടുക്കും, ഇത്ര മാർക്ക് കിട്ടിയാൽ ഞാൻ ഇതെടുക്കും, അല്ലെങ്കിൽ ഞാൻ ഇതിന് പോകും, അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക്. സോ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു സൺഡേ സ്കൂളിൽ ഇതുപോലെ കുഞ്ഞുങ്ങളോട് ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു ഒരുപാട് ഓപ്ഷൻ വേണം, നിങ്ങളുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾ ഒറ്റ. ഡോക്ടർ, സമയപരിധി ഉള്ളത് കൊണ്ട് മാത്രം ഇടപെടുകയാണ്. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പരീക്ഷാ പേടി എങ്ങനെ അകറ്റാം എന്ന വിഷയമാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൈക്യാട്രി വിഭാഗം HOD-യും പ്രൊഫസറുമായ ഡോക്ടർ ജോയ്സ് ജിയോയാണ്. ഡോക്ടർ, നന്ദി. ഹലോ ഡോക്ടർ അവസാനിക്കുന്നു. നമസ്കാരം.